പരശുരാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് പറയുന്നത് അച്ഛന്റെ ആജ്ഞപ്രകാരം അമ്മയെ വധിച്ചു എന്നുള്ളതാണ്. ഇവിടെ അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അമ്മയെ കൊല്ലുവാൻ പാടുണ്ടോ അച്ഛൻ പറഞ്ഞാൽ? അച്ഛന്റെ വാക്കുകളെ ധിക്കരിച്ചില്ല പരശുരാമൻ. പക്ഷേ അമ്മയെ കൊന്നു. അമ്മയെ പുനഃസൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തി, തപസ്സിന്റെ ശക്തി തന്റെ അച്ഛനുണ്ടെന്ന് പരശുരാമന് നന്നായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ സംതൃപ്തനായി വരം ചോദിക്കാൻ പറഞ്ഞു. വരം ചോദിച്ചു, അമ്മയെ എനിക്ക് ജീവനോടെ തിരിച്ചു നൽകണം. ഇതിന് നമ്മുടെ പല ആചാര്യന്മാരും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. അതൊന്ന്, മരിച്ച ഒരാളെ പുനഃസൃഷ്ടിക്കുവാനുള്ള വകുപ്പുണ്ടോ എന്നത് അവിടെ വല്ലാത്ത ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെ അമ്മയെ വധിച്ചു എന്ന് പറയുന്നത് പരശുരാമന്റെ മനസ്സിൽ അമ്മയെ ഇല്ലാതാകണം, നിനക്ക് അമ്മയോടുള്ള ആ അമ്മ എന്ന ഭാവത്തെ നിന്റെ മനസ്സിൽ കൊല്ലണം എന്നൊരു സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. രാമൻ മൃഗത്തെ കൊന്നു എന്ന് പറഞ്ഞാൽ രാമനിൽ ഏതെങ്കിലും മൃഗീയ വാസനകൾ ഉണ്ടെങ്കിൽ, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ മൃഗീയ വാസനകൾ, ഈ വികാരങ്ങളെ ഇല്ലാതാക്കുവാൻ മൃഗത്തെ കൊന്നു എന്നൊക്കെ പറയാറുണ്ട്. യാഗത്തിൽ അജത്തെ അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആട്ടിനെ അർപ്പിച്ചവരുണ്ട്. അജം ജനിക്കാത്തതായിരുന്നു. 8 വർഷം പഴക്കമുള്ള മുളയ്ക്കാത്ത ധാന്യങ്ങൾ മാത്രമേ അഗ്നിക്ക് നൽകിയിരുന്നുള്ളൂ. മുളയ്ക്കുവാൻ സാധ്യതയുള്ളത് പോലും അഗ്നിക്ക് നൽകരുത് എന്ന് പറഞ്ഞതായിരുന്നു ഭാരതത്തിന്റെ ഋഷി പാരമ്പര്യം. ആ രീതിയിലും പരശുരാമനെ കുറിച്ച്, അമ്മയെ കൊന്ന സംഭവത്തെ കുറിച്ച് ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്.